Welcome my dear students to our next class of Management Theory and Practices. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് വരികയാണ്. ആസ് യൂഷ്വൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അധികം സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് ക്ലാസ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ കോൺസെപ്റ്റ് CSR അല്ലേ, നമ്മളത് രണ്ട് ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിനായിട്ട് കണ്ടത് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് CSR പഠിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കണ്ടതാണ് ദാറ്റ് ഈസ് ഒരു ബിസിനസ്സിന് പലരോടും എന്തുണ്ട്, പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു ബിസിനസ്സിനോട് തന്നെ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിൽ എംപ്ലോയീസിനോട് എന്തുണ്ട്, ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് അതിൻ്റെ ഓണേഴ്സിനോട് ചില ചുമതലകളുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു ഈ ബിസിനസ് അവരുടെ ഗുഡ്സൊക്കെ എടുക്കുന്ന സപ്ലയേഴ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ തൻ്റെ ബിസിനസ്മാനുമായിട്ട് എന്ത് ചെയ്യണം, അവരോടും ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ. നമുക്കത് കുറച്ചും കൂടി നമുക്കതിൽ കാണാനുണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകേണ്ടത് കൺസ്യൂമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റിനോടുള്ളതുണ്ട്, ആൻഡ് ടു ദ സൊസൈറ്റി. അതാണ് നമുക്കത് മെയിനായിട്ട് ആദ്യം ഒരു 15 minutes നമുക്കത് ആദ്യം ഡിസ്കസ് ചെയ്ത് പോകണം. ആൻഡ് ദെൻ വി ഹാവ് ടു എൻ്റർ ഇൻ എ ന്യൂ ടോപ്പിക് ദാറ്റ് ഈസ് ഫിലാന്ത്രോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് കയറണം. അപ്പോൾ ആദ്യം ഫിലാന്ത്രോപ്പി എന്താണെന്നും എന്താണ് കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസും അതിൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് we will have the time to discuss about the objectives of corporate governance. അതുകൂടി സമയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അത്രയാണ് ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം എവിടെ വരെ പോകുന്നുള്ളത് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് കൺസ്യൂമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ അതായത് നമ്മളെപ്പോലുള്ള അല്ലേ, നമ്മളൊക്കെ കൺസ്യൂമേഴ്സ് അഥവാ വൺ ഹു കൺസ്യൂംസ് എന്നാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് പറയണത് ദ കമ്പനി ഷുഡ് സപ്ലൈ ഓൺലി ക്വാളിറ്റി ഗുഡ്സ് അറ്റ് ഫെയർ പ്രൈസസ്. കമ്പനി എന്ത് ചെയ്യാനേ പാടുള്ളൂ, ക്വാളിറ്റി ഗുഡ്സ് ഫെയർ പ്രൈസിൽ, അതായത് ഭയങ്കര വിലയിൽ നമുക്ക് ക്വാളിറ്റി ഗുഡ്സ് തരാമെന്നുള്ളതല്ല, കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം. ഒരു മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള പ്രോഡക്ട്സുകൾ തരാനായിട്ട് ബിസിനസ് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. വില കുറവാണ് ദാറ്റ് ഈസ് അതുകൊണ്ട് ഇൻഫീരിയർ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് പറ്റില്ല. കഴിയുന്നതും നല്ല ക്വാളിറ്റിയിൽ തന്നെ കൺസ്യൂമേഴ്സിന് തരാനായിട്ട് ശ്രമിക്കണം. സെക്കൻഡ് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത് ദാറ്റ് ഈസ് ദ കമ്പനി ഷുഡ് റിഫ്രെയിൻ ഫ്രം ഇൻഡൾജിങ് ഇൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. കള്ളത്തരത്തിൽ അൺഫെയർ ആയിട്ടുള്ള ഒരു ട്രേഡ് പ്രാക്ടീസസിലും ബിസിനസ് കയറിക്കൂടാൻ പാടില്ല, പ്രത്യേകിച്ച് കൺസ്യൂമേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ജസ്റ്റ് ലൈക്ക് ബ്ലാക്ക് മാർക്കറ്റിംഗ്, കരിഞ്ചന്ത എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹോർഡിങ്, പൂഴ്ത്തിവെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്ററിങ്, അമിത ലാഭം കൊയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അഡൾട്രേഷൻ, മായം ചേർക്കലിനെയാണ് നമ്മൾ അഡൾട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സപ്ലൈങ് ഗുഡ്സ് ഇൻ ലെസർ വെയ്റ്റ്സ്. 1 കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അളന്ന് നോക്കിയാൽ ചിലപ്പോൾ അറിയും എത്രയാണ്, ഒരു ചില 3/4 കിലോയോ അല്ലെങ്കിൽ ഒരു 900 grams ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പറ്റിക്കലാണ് അല്ലേ, നമ്മൾ 1 കിലോനുള്ള പൈസയും കൊടുക്കുന്നുണ്ട്, നമുക്ക് അത്ര കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെന്താണ് പാക്കിംഗ് ഗുഡ്സ് ഇൻ ഫ്ലിംസി കണ്ടെയ്നേഴ്സ്, അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യേകിച്ച് ഹസാർഡസ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ ആക്കിത്തരും. അങ്ങനെയുള്ളതൊക്കെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും, അതായത് അൺഫെയർ ആയിട്ടുള്ള ഒരു ട്രേഡ് പ്രാക്ടീസുകളും പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ബിസിനസ് ചെയ്യാനായിട്ട് പാടില്ല. ബിസിനസ്സിന് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണെന്നാണ് ദ കമ്പനി ഷുഡ് പ്രൊവൈഡ് എ വെരി ഗുഡ് സിസ്റ്റം ഓഫ് ആഫ്റ്റർ സെയിൽ സർവീസ്. നമുക്ക് റിയൽ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ് അതല്ലേ. ഒരാൾ അത് എക്സ്പീരിയൻസ് ചെയ്യാതെ ഉണ്ടാവില്ല. നമുക്ക് സാധനം വാങ്ങിക്കുന്ന സമയത്ത് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, ഉറപ്പാണ്. അത് പിന്നെയും കുറച്ച് കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കോമ്പറ്റീഷൻ കാരണം. പക്ഷേ ആഫ്റ്റർ സെയിലിന് ആളെ വിളിച്ചു കഴിഞ്ഞാൽ വരിക എന്ന് പറയുന്നത് ടു ഡിഫിക്കൽട്ടിയാണ്. പക്ഷേ ഐ തിങ്ക് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടതിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പഠിക്കുന്ന കാലത്ത് കണ്ടതിനേക്കാൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അന്നൊക്കെ ഒരു സാധനം കേടായിട്ട് ഒരാളെ നന്നാക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല, വരില്ല അവർ. പക്ഷേ ഇപ്പൊക്കെ ഒന്നുകൂടി എല്ലാം നമ്മൾ മൊബൈൽ വഴിയുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ആഫ്റ്റർ സെയിൽ സർവീസൊക്കെ ഒരുവിധം നന്നായി കിട്ടാറുണ്ട്. അത് മെയിൻ റീസൺ ബിക്കോസ് ഓഫ് ദി കോമ്പറ്റീഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു കസ്റ്റമേഴ്സിന് ടുവേർഡ്സ് ഉള്ള റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെന്താണ് ഇറ്റ് ഷുഡ് നോട്ട് സ്റ്റൂപ്പ് ടു ഫാൾസ് മിസ്ലീഡിങ് ആൻഡ് വൾഗർ അഡ്വർടൈസ്മെൻറ്റ്സ്. ഒരു രീതിയിലുള്ള വൾഗർ എന്നാണ് വൃത്തികെട്ട അങ്ങനത്തെ ആ രീതിയിലുള്ള, അതുപോലെ മിസ്ലീഡിങ് ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഈ അടുത്ത് തന്നെ അല്ലേ ഒരു കോസ്മെറ്റിക് ബ്രാൻഡ് ഒരു ഇത് വന്നിരുന്നു, നമ്മൾ പല ഇതിലും വെളുക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ക്രീമിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാ അഡ്വർടൈസ്മെൻറ്റ്സും ക്ലെയിം ചെയ്യുന്നത് ഇതങ്ങോട്ട് നിങ്ങൾ തേച്ച് കഴിഞ്ഞാൽ യു വിൽ ബിക്കം ഫെയർ എന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ ഫെയർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏകദേശം ഏതാണെന്നുള്ളത്. ഒരു പ്രൊഡക്റ്റ് അവർ ആ സത്യസന്ധത മനസ്സിലാക്കി അവർ ആ പ്രോഡക്റ്റിൻ്റെ പേരൊക്കെ ഇപ്പോൾ ഈ അടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ബിസിനസ് പഠിക്കുന്ന കുട്ടികളാണെന്ന രീതിയിൽ നമുക്കതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്, ജസ്റ്റ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം അത് പൊതുവേ ഒരു എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡായിട്ട് തന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരുന്നു. അതായത് ഒരു ചേരിതിരിവുണ്ടാവുന്നു, അത് വെളുത്തവർ നിറം കുറഞ്ഞവർ എന്ന രീതിയിൽ ചേരിതിരിവുണ്ടാവുന്ന രീതിയിലുള്ള വേർതിരിവുണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പല ബിസിനസ്സുകളും മുന്നോട്ട് വന്നു. ദേ ആർ റെഡി ടു ചേഞ്ച് ദെയർ നെയിംസ് ആൻഡ് ചേഞ്ച് ദെയർ ക്ലെയിംസ്, അങ്ങനെ രീതിയിൽ വന്നു. അപ്പം അങ്ങനെയുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സുകളൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ഇഗ്നോറൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ അത് നോക്കി മാത്രം സാധനങ്ങൾ വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ അതൊക്കെ വാങ്ങി വെറുതെ നമ്മുടെ പൈസ കളയും അല്ലേ. നമ്മളിപ്പോൾ ഏത് ക്രീം യൂസ് ചെയ്താലും ദൈവം തന്ന കളറാണ് നമുക്ക് ഉണ്ടാവുക അല്ലേ. അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് സ്യൂട്ടബിൾ തന്നെ ആയിരിക്കും. അപ്പോൾ അത് എപ്പോഴും അത് നമ്മൾ ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്, ഏത് കാര്യത്തിനായാലും അതെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല. പിന്നെന്താണ്, ഇറ്റ് ഷുഡ് റിഡ്രസ് ഇമീഡിയറ്റ്ലി കൺസ്യൂമേഴ്സ് ഗ്രീവിയൻസസ്. എന്തെങ്കിലും കംപ്ലയിൻസുകൾ കസ്റ്റമേഴ്സ് പറഞ്ഞെങ്കിൽ അത് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടെങ്കിൽ ആ രീതിയിൽ അത് സോൾവ് ചെയ്യണം എന്നാണ് പറയുന്നത്. വിത്തൗട്ട് ഗിവിങ് ലെയിം എക്സ്ക്യൂസസ് ഫോർ ദെയർ ഫോൾട്ട്. അല്ലാതെ അവരുടെ തെറ്റ് പറ്റിയെന്ന് അവർക്ക് മനസ്സിലായി, എന്നിട്ട് പിന്നെ അവരെന്ത് ചെയ്യും, ഒരു വീക്കായിട്ടുള്ള കുറേ ന്യായീകരണമൊക്കെ പറഞ്ഞ് അതൊന്നും മറികടക്കാൻ നിൽക്കാതെ ആക്സെപ്റ്റ് ദാറ്റ് ഫോൾട്ട്, ആ ഫോൾട്ട് ആക്സെപ്റ്റ് ചെയ്ത് എത്രയും വേഗം കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ പരാതികൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഹാവ് ദി റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ് എന്താണ്, ഇറ്റ് ഷുഡ് ഇൻസ്ട്രക്ട് ദെയർ സെയിൽസ്മാൻ. ഇനി എന്ത് ചെയ്യണം, സെയിൽസ്മാനോട് അവർക്ക് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. നോട്ട് ടു റിസോർട്ട് ടു പ്രഷറൈസിങ് ടാക്ടിക്സ് ഇൻ സെയിൽസ് വിത്ത് ദെയർ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സ് ആവാത്തവരുണ്ടാവും, അവരെയാണ് നമ്മൾ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. വൺ ഡേ ദേ മൈറ്റ് അല്ലെങ്കിൽ ദേ മേ ബിക്കം അവർ കസ്റ്റമേഴ്സ്, ബിസിനസ്സിൻ്റെ കസ്റ്റമേഴ്സ് ആവാം. അപ്പം അങ്ങനെയുള്ളവർ ഒരു തരത്തിൽ എന്ത് ചെയ്യുക, പ്രഷറൈസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ചേരുമോ, അങ്ങനെ ചെയ്യുമോ, പ്രത്യേകിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ചെയ്യാതിരിക്കുക. കാര്യങ്ങൾ പറയുക. ഇഫ് ദേ ലൈക്ക് ദേ വിൽ ബൈ അവർ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ചില നമ്മുടെ ഇങ്ങനെ ഡോർ സെയിൽസ്മാനൊക്കെ ആയിട്ട് വരുന്നില്ല, ചിലരൊക്കെ കാണാം നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും നമുക്ക് മടുപ്പ് തോന്നും അല്ലേ. നമുക്ക് അവസാനം നമുക്ക് ചിലപ്പോൾ നമ്മുടെ മുഖം കറുപ്പിക്കേണ്ടതായിട്ട് നമുക്ക് വരും. ചിലരൊക്കെ ഓക്കെ ജസ്റ്റ് പരിചയപ്പെടുത്താൻ വന്ന രീതിയിലാക്കണം. നല്ല കമ്പനീസിനൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് രണ്ടുമുണ്ട്, അവരുടെ ജോലിയാണ്, അവർ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ അതാണ് അവർ പ്രഷറൈസ് ചെയ്യുന്ന രീതിയിലുള്ള സെയിൽസ്മാനിന് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുതെന്ന് സെയിൽസ്മാനിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അത് കസ്റ്റമേഴ്സിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റിനോടും ബിസിനസ്സിന് ചില ചുമതലകളുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരെ മിക്കവാറും ടാക്സിൻ്റെ കാര്യം തന്നെയായിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് കണ്ടോ, ദ കമ്പനി ഷുഡ് പേ ടാക്സ് ഇൻ ടൈം. കൃത്യസമയത്ത് ടാക്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അത് ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് ഈവൻ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഇൻകം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വി ഹാവ് ടു പേ അവർ ടാക്സ് എന്നാണ്. ഒരു രീതിയിലും ടാക്സ് വെട്ടിക്കാതിരിക്കുക. ഒരു കാലത്ത് അത് കണ്ടുപിടിക്കപ്പെടും, അത് വലിയ എന്താ പറയുക പെനാൽറ്റിയോടൊക്കെ അടക്കം അത് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ കിട്ടുന്ന ഇൻകം ടാക്സ് ആണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ, ദാറ്റ് ഇസ് ഇൻകം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി അത് യൂസ് ചെയ്യാം. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ തരാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ കമ്പനി ഒരു ഗവൺമെൻറ്റിനോട് കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്താണ്, ടാക്സ് കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് എന്താണ്, ദ കമ്പനി ഷുഡ് കോപ്പറേറ്റ് വിത്ത് ദ ഗവൺമെൻറ് ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് വെൽഫെയർ പോളിസി. അതായത് ഗവൺമെൻറ് എന്തെങ്കിലും എക്കണോമിക് ആയിട്ടോ അല്ലെങ്കിൽ സോഷ്യലായിട്ടോ അല്ലെങ്കിൽ ചില വെൽഫെയർ പോളിസീസ് സൊസൈറ്റിക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനുള്ള പൂർണ്ണ പിന്തുണ നൽകുക. അതിപ്പോൾ കഴിയാവുന്ന രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഭക്ഷ്യക്കിറ്റ് വിതരണമൊക്കെ കണ്ട സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, ദേ ക്യാൻ ഗീവ്. നമുക്കൊക്കെ ഈവൺ എല്ലാവർക്കും കിട്ടിയില്ലേ ഈ ഒരു കാലത്ത് നമുക്കൊരു കിറ്റ് എന്ന് പറഞ്ഞ സംഭവം കിട്ടിയാൽ നമ്മളതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ പെർട്ടിക്കുലർ കമ്പനിയുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പക്ഷേ നല്ല നല്ല കമ്പനീസിൻ്റെ പ്രോഡക്ട്സുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ശരിക്കും അവർ പൈസയ്ക്ക് ഒന്നും ആവില്ല ഗവൺമെൻറ് അത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ദേ ആർ ഡൂയിങ് സം വെൽഫെയർ, അത് ജനനന്മയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഗവൺമെൻറ് ആ സമയത്ത് ഗവൺമെൻറ്റിന് സഹായിക്കുക എന്നുള്ളത് അവർക്ക് ചെയ്യാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. റെഡിലി സപ്ലൈ ടു ദ വേരിയസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വാട്ട് എവർ ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ബൈ ദ ഗവൺമെൻറ്. നെക്സ്റ്റ് പറയുന്നത് ഗവൺമെൻറ് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ബിസിനസ്സിൻ്റെ ഏതെങ്കിലും പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ചിലപ്പോൾ ബിസിനസ്സിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പല ഇൻഫർമേഷൻസ് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് ഗവൺമെൻറ്റിനോട് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ സെയിൽസ് ടാക്സ് അടച്ച അല്ലെങ്കിൽ GST അടച്ച, സെയിൽസ് ടാക്സ് നൽകില്ല, GST അടച്ചത് തരും, നിങ്ങൾ ഇൻകം ടാക്സ് അടച്ചതിൻ്റെ റെസീറ്റ് തരും, അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട് സ്റ്റേറ്റ് പർച്ചേസ് നടത്തിയ ചെയ്യും, ഇമ്പോർട്ട് ചെയ്തതിൻ്റെ ഇത് തരും എന്നൊക്കെ ഗവൺമെൻറ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് എന്താണ്, ദേ ആർ റെസ്പോൺസിബിൾ ടു ഗിവ് ദം പ്രോപ്പർലി ടു ഗവൺമെൻറ്. ക്ലിയർ. നെക്സ്റ്റ് എന്താണ്, കമ്പനി ഷുഡ് ബെയർ ഇൻ മൈൻഡ് ദാറ്റ് ഗിവിംഗ് ബ്രൈബ്സ് ടു, ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി,
മനസ്സിലാക്കി വയ്ക്കുക, അറിയാത്തവർ നിങ്ങളവിടെ എഴുതി വയ്ക്കുക. അതായത് കൈക്കൂലി കൊടുക്കുന്നതും ആക്സെപ്റ്റിംഗ് ബ്രൈബ്സ്, അതായത് കൈക്കൂലി വാങ്ങുന്നതും എന്താണെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് സർവീസ്, കൈക്കൂലി ഗവൺമെൻറ് സർവീസിന് കൊടുക്കുന്നതും അവർ കൈക്കൂലി വാങ്ങുന്നതും എന്താണ്, പനിഷബിൾ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യാതിരിക്കാം, ചെന്നപ്പെടാതിരിക്കാം. സ്ട്രിക്ട്ലി വി ക്യാൻ അഡ്ഹെയർ ടു ദ റൂളിൽ സ്ട്രിക്റ്റായിട്ട് നമുക്ക് നിന്നുകൊണ്ട് പറയാം ഇല്ല ഞങ്ങളൊരു കാരണം നമുക്ക് ആ ഫാക്ട് അറിയാം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കുക എന്ന് പറയുന്നതും കൈക്കൂലി അവർ വാങ്ങുക എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ പിന്നെ ആ തെറ്റിൻ്റെ ഒരു ഭാഗമാവേണ്ട കാര്യമില്ല. അത് ശരിക്കും ഗവൺമെൻറ്റിനോട് ചെയ്യാവുന്ന വൺ ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ സോർട്ട് ഓഫ് അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും റിഫ്രെയിൻ ചെയ്ത് മാറി നിൽക്കണമെന്നാണ് പറയുന്നത്. അത് ഏത് ഫോമിലായിക്കോട്ടെ, ഇപ്പോൾ കാശായിട്ടാവില്ല, വല്ല സാധനങ്ങളായിട്ടായിരിക്കാം, വേറെ എന്തെങ്കിലും സഹായങ്ങളായിട്ടായിരിക്കാം, റെക്കമെൻഡേഷൻസ് ആയിട്ടായിരിക്കാം, എന്തായാലും ശരി എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. റിഫ്രെയിൻ ഫ്രം ഓൾ സോർട്ട് ഓഫ് ബ്രൈബറി ഇൻ വാട്ട് എവർ ഫോം, ഏത് രീതിയിലായാലും ശരി അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഇതിലെടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് സ്റ്റേറ്റും കൺസ്യൂമേഴ്സിനോടൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും ചോദിക്കാൻ സാധ്യത കൂടുതലെന്ന് പറയുന്നത്. പക്ഷെ അത് മാത്രമേ ചോദിക്കുന്നൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ദ സൊസൈറ്റി, ദാറ്റ് ഇസ് സൊസൈറ്റി ഇൻ വിച്ച് ദ ബിസിനസ് ഈസ് ഓൾസോ എ പാർട്ട്, അല്ലേ? ആ സൊസൈറ്റിയോട് ബിസിനസ്സിൻ്റേതായിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഈസ് കമ്പനി ഷുഡ് എക്കണോമൈസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സ് അവൈലബിൾ. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ, പല റിസോഴ്സുകളും സ്കേഴ്സ് റിസോഴ്സുകളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അധികം നശിച്ചു പോകുന്ന, അധികം ഒന്നും ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. അത് പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറയാവുന്നത് നമ്മുടെ കോള്, പെട്രോളിയം, ഗ്യാസ്, അങ്ങനെയുള്ളതൊക്കെ നശിച്ചു പോകാവുന്ന റിസോഴ്സുകളാണ്. അപ്പോൾ അതൊക്കെ എക്കണോമൈസ് ചെയ്യാന്ന് എന്താണ്, അതായത് അതിൻ്റെ യൂട്ടിലൈസേഷൻ എന്ത് ചെയ്യുക, മാക്സിമം കുറച്ച് യൂസ് ചെയ്യുക, വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ ബെസ്റ്റ് പോസിബിൾ മാനറിൽ അത് യൂസ് ചെയ്യുക. അല്ലാതെ തോന്നിയ പടിയൊക്കെ പോലെ ഉപയോഗിച്ചിട്ട് ഭാവിയിലെ ആളുകൾക്കും അത് ആവശ്യമാണ്, അല്ലേ? കാരണം അത് വീണ്ടും വീണ്ടും ഉണ്ടാവാത്ത റിസോഴ്സുകളാണ്. അപ്പോൾ അത് ഒരു കാലത്ത് കഴിഞ്ഞു പോയാൽ അന്നത്തെ ജനങ്ങൾ അത് മൂലം ബുദ്ധിമുട്ടല്ലേ. പെട്രോളൊക്കെ നമ്മൾ അവിടെയൊക്കെയാണ് പെട്രോളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു വീട്ടിൽ 3 വണ്ടി 4 വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നതാണ് ഒരു വണ്ടിയിൽ തന്നെ എല്ലാവരും പോവാം, പെട്രോൾ ലാഭിക്കാം. കാരണം നമ്മുടെ കയ്യിൽ പെട്രോൾ വാങ്ങിക്കാൻ കാശുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ പെട്രോൾ എന്ന് പറഞ്ഞ സംഭവം എന്താണ്, സ്കേഴ്സ് റിസോഴ്സാണ്. അതൊരു കാലത്ത് തീർന്നു പോകാം ലോകത്ത്. അപ്പം അങ്ങനെയുള്ളത് എന്ത് ചെയ്യുക, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൊസൈറ്റിയുടെ ഒരു ബിസിനസ് ചെയ്യാനുള്ള അങ്ങനെയുള്ള റിസോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസ് ഒന്ന് എന്ത് ചെയ്യുക, എക്കണോമൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊന്ന് അതിൻ്റെ യൂട്ടിലൈസേഷൻ ഒന്ന് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യത്തിന് മാത്രം കൃത്യമായിട്ട് യൂസ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, കമ്പനി ഷുഡ് ജനറേറ്റ് മാക്സിമം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അല്ലേ? ഒരു സൊസൈറ്റിക്ക് കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു നല്ലൊരു എന്താ പറയുക, ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ എന്താണ്, എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക. പ്രത്യേകിച്ച് അല്ലേ, ഒരുപാട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സുള്ള ഒരു ഇതാണ്, പ്രത്യേകിച്ച് ഇന്ത്യയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവർക്ക് കഴിയുന്നതും പരമാവധി, പ്രത്യേകിച്ച് ആ ലോക്കൽ റീജിയനിലുള്ള ആളുകൾക്ക് തന്നെ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, ജോലി കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഫോർ ദി അൺഎംപ്ലോയിഡ് ഇൻ ദി സൊസൈറ്റി, അല്ലാതെ പുറമൊന്നും നാളെ എടുക്കാതെ നമ്മുടെ ജനങ്ങൾക്ക് തന്നെ ഒരുവിധം പറ്റാവുന്ന രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെന്താണ്, കമ്പനീസ് ആർ ബൗണ്ട് ടു കൺട്രോൾ ദി എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അല്ലേ? നമ്മുടെ സൊസൈറ്റിക്ക്, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളും കമ്പനികൾ ചെയ്യാതിരിക്കാം. ഒരുപാട് പൊല്യൂഷൻ ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കണ്ടതാണ്, അല്ലേ? പല ടി വിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂസ് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അറിയാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് കൊക്കക്കോളയുടെയാണ്. പ്ലാച്ചിമട എന്നുള്ളതൊന്നും ജസ്റ്റ് കൊക്കക്കോള കേരള എന്ന് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് നെറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്ലാച്ചിമട സമരം എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അതായത് അവിടുത്തെ വാട്ടറൊക്കെ യൂസ് ചെയ്തുകൊണ്ട്, അപ്പോൾ അതൊക്കെ എൻവയോൺമെൻറ്റിന് ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈവൺ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ മൊബൈലിൻ്റെ എന്താ പറയുക, നമ്മൾ അതിൻ്റെ ഇതിൽ പെട്ടെന്ന് വാക്ക് കിട്ടുന്നില്ല, അതിൻ്റെ ടവർ സ്ഥാപിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിനെ എതിർക്കാറുണ്ട്. കാരണം അതൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ഇറ്റ് ഈസ് ദ നീഡാണ് ഇന്നത്തെ ആളുകൾ. പക്ഷേ അത് കഴിയുന്നതും അവർക്ക് ഉണ്ടാക്കാത്ത രീതിയിലേക്ക് മാറ്റി സ്ഥാപിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളത്. Companies should play their roles in reducing urban congestion by providing housing facilities for the staffs in suburbs എന്നാണ് പറയുന്നത്. അതായത് അർബൻ റീജിയൻ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക സിറ്റിയോട് അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ സിറ്റിയുടെ അടുത്തൊക്കെ സിറ്റിയോട് അനുബന്ധിച്ചുള്ള ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുക,
നമുക്കറിയാം വളരെ കൺജസ്റ്റഡ് ആയിരിക്കും, ഭയങ്കര പൊല്യൂട്ടഡ് ആയിരിക്കും, ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഏരിയ ഒക്കെ ആയിരിക്കും. അപ്പോൾ കമ്പനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയണമെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ എംപ്ലോയീസിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അവർക്ക് ഹൗസിംഗ് ഫെസിലിറ്റി കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹൗസിംഗ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കഴിയുന്ന ഒരു സബ് അർബൻ ഏരിയാസിൽ, അത്ര ഉൾപ്രദേശമല്ല എന്നാൽ അത്ര ടൗൺ ആയിട്ടുള്ള സിറ്റിയുടെ ഭാഗമല്ലാത്ത സ്ഥലങ്ങളിൽ അവർക്ക് ഹൗസ് ഫെസിലിറ്റീസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, അധികം പൊല്യൂഷൻ ഇല്ലാതെ ചെയ്യാം, അധികം തിരക്ക് ഒഴിവാക്കാതെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാം. അത് ശരിക്കും സൊസൈറ്റിയോട് ചെയ്യാവുന്ന ഒരു നന്മയാണെന്നാണ് പറയുന്നത്. പിന്നെന്താണ്, ദോ കമ്പനീസ് മെയിൻ ഗോൾ ഈസ് പ്രോഫിറ്റ് മേക്കിംഗ്, ഇറ്റ് ഷുഡ് ആസ് ഫാർ ആസ് പോസിബിൾ അണ്ടർടേക്ക് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. റൂറൽ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഉൾപ്രദേശം, ഗ്രാമപ്രദേശങ്ങൾ, അതൊക്കെ റൂറലിൽ വരുന്നതാണ്. അർബൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ടൗണിനോട് അടുത്ത ഭാഗങ്ങളെയാണ് നമ്മൾ അർബൻ എന്ന് പറയുക. ഉള്ളിലേക്ക് അതായത് ഗ്രാമപ്രദേശങ്ങളിൽ പോകുമ്പോൾ നമ്മളതിനെ റൂറൽ എന്നാണ് പറയുക. അവിടെ ഫെസിലിറ്റീസും കാര്യങ്ങളും, അതെ ഒരു ടൗണിലും റൂറലിലും ജീവിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ്. ഇന്നല്ലാണ്ട് ഇന്നത്തെ കാലത്തല്ല, പക്ഷേ നമ്മളെ കേരളത്തിൽ നമുക്കത് അത്ര ഫീൽ ചെയ്യില്ലെങ്കിൽ പോലും ഇന്ത്യയിലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റ്സിൽ ഇറ്റ് മേക്സ് ഡിഫറൻസ്, കൃത്യമായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കേരളമൊക്കെ നമ്മുടെ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബ്ലെസ്ഡാണ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ. അത് നോക്കാം. അപ്പോൾ കമ്പനിയുടെ അങ്ങനെ അപ്പോൾ ആ പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ളത് മാത്രം എന്ത് ചെയ്യാതെ ഇരിക്കുക, ദാറ്റ് ഈസ് അത് മാത്രം കണക്കിലെടുക്കാതെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിൽ അവിടെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബിസിനസ് ചെയ്യേണ്ടതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് പ്രൊവൈഡിങ് റിക്രിയേഷണൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ടു ദ പബ്ലിക്. അല്ലേ, പബ്ലിക്കിനെ അവരെ റിക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരൊന്ന് എൻ്റർടൈൻ ചെയ്യാനുള്ള. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം നമ്മൾ സംഗതികളൊക്കെ മാറി നമ്മൾ COVID-19 സിറ്റുവേഷനിലാണ് നടക്കുന്നില്ല. കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിൻ്റെ സമയത്ത് ഐ തിങ്ക് ഒരു നൈറ്റ് ഫെസ്റ്റിവൽ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേരുണ്ടായിരുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് എന്നുള്ളവർക്കാണെങ്കിൽ അറിയണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും ആ സമയത്തൊക്കെ രാത്രി ഫുൾ ഇങ്ങനെയുള്ള റിക്രിയേഷൻ ഫെസിലിറ്റീസ്, ചില നാടകങ്ങൾ, ചില ഗെയിംസുകൾ, ചില ഷോസുകളൊക്കെ ഇപ്പോൾ ടൗണിൻ്റെ ചില മെയിനായിട്ടുള്ള സെൻറ്റേഴ്സിൽ സ്റ്റേജൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് ശരിക്കും അതെല്ലാം ആ തൃശ്ശൂർ ടൗണിലെ എല്ലാ ബിസിനസ്സുകാരും ഒന്നിച്ചെടുത്തൊരു എഫേർട്ടായിരുന്നു. ഐ തിങ്ക് നൈറ്റ് ഫെസ്റ്റിവൽ എന്നായിരുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് ന്യൂ ഇയറിനോടനുബന്ധിച്ചും ലാസ്റ്റ് ഇയറിലുണ്ടായിരുന്ന സംഭവമാണ്. ഇയറിൽ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ചൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, തിങ്ക് ചെയ്യാനും കൂടി സാധിക്കില്ല. നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ഓക്കെ, അതിൻ്റെ പേര് അതായിരുന്നു നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഇപ്പോൾ പാതിരാത്രിക്ക് വേണമെങ്കിലും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കടകളിൽ നിന്ന് ഷോപ്പ് ചെയ്യാം. അതൊക്കെ എന്താണ് അവർക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെന്താണ്, ഷുഡ് ടേക്ക് അപ്പ് ഇന്നോവേറ്റീവ് സ്കീംസ് ഫോർ ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദി മാർജിനലൈസ്ഡ് ആൻഡ് ദി ഡൗൺ ട്രോഡൻ എന്നൊക്കെ പറഞ്ഞാൽ അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾ, അതായത് സാധാ ലെവലിൽ നിന്നും താഴെ കിടക്കുന്ന ആളുകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കീംസുകൾ കൊണ്ടുവരാം. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്സുകൾ, അല്ലെങ്കിൽ ഹൈജീനിക്കായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഇന്നോവേറ്റീവ് സ്കീംസുകൾ കൊണ്ടുവരിക എന്ന് പറയുന്നതും ഒരു ബിസിനസ്സിന് സൊസൈറ്റിയോട് ചെയ്യാവുന്ന ചില റെസ്പോൺസിബിലിറ്റീസാണ്. ക്ലിയർ? അപ്പോൾ അത്രയാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് സൊസൈറ്റിയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഏകദേശം നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് ഒരു 7 headings റിഗാർഡിംഗ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ബിസിനസ് നമ്മൾ ചെയ്തു. ആൻഡ് ടു കൺക്ലൂഡ് വി ക്യാൻ സേ ദാറ്റ് no one looks upon businessman today as cutthroats and bloodsuckers. അതായത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ പറയണത് ഇങ്ങനെയാണ്, പണ്ടത്തെ പോലെ നമ്മൾ ബിസിനസ്മാനെ നമ്മൾ ബ്ലഡ് സക്കേഴ്സ്, ചോര വലിച്ചു കുടിക്കുന്നവർ, അതായത് നമ്മളെ ഊറ്റി ചോര വലിച്ചു കുടിക്കുന്നവർ എന്ന് കരുതുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച പോലെ ദാറ്റ് ഈസ് എത്തിക്സും CSR ഒക്കെ ഫോളോ ചെയ്യുന്ന ബിസിനസ്സുകളാണ് എന്നുള്ളതെന്നാണ് പറയണത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി എന്നാണ് പറയുന്നത്. അവർ തീർച്ചയായും അവരെന്ത് ചെയ്യുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നവരല്ല, ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അവർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ കോൺട്രിബ്യൂട്ടിംഗ് സബ്സ്റ്റൻഷ്യലി ടു ദ വെൽഫെയർ മെഷേഴ്സ് അണ്ടർടേക്കൺ ബൈ ദ അതോറിറ്റീസ് ഏറ്റെടുത്ത് നടക്കുന്ന പല വെൽഫെയർ മെഷേഴ്സിലും അല്ലെങ്കിൽ പല വെൽഫെയർ പ്രോഗ്രാംസിലും അവരെന്ത് ചെയ്യാറുണ്ട്, അവർ ഭാഗമാകാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, by that we come to the conclusion of our topic, corporate social responsibility. Okay, അപ്പോൾ അതോടൊപ്പം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ഈ റെസ്പോൺസിബിലിറ്റിയിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ദാറ്റ് ഈസ് 5 മാർക്സിനൊക്കെ എടുത്ത് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു എ ന്യൂ ടോപ്പിക്, ദാറ്റ് ഈസ് ഫിലാന്ത്രോപ്പി.
അപ്പോൾ ആദ്യം എന്താണ് ഈ ഫിലാന്ത്രോപ്പി എന്ന് പറയണം. ചിലപ്പോൾ മേ ബി എ ന്യൂ ടേം ടു യു ആയിരിക്കും. അപ്പോൾ എന്താണ് ഫിലാന്ത്രോപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ? കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പിയിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഫിലാന്ത്രോപ്പി റെഫേഴ്സ് ടു ദ ഡിസയർ, മനസ്സിലാക്കുക, ഒരു ആഗ്രഹമാണ്. എന്തിനുള്ള ആഗ്രഹമാണ്? ടു ഹെൽപ്പ് മാൻകൈൻഡ്, മനുഷ്യ സമൂഹത്തെ അല്ലെങ്കിൽ മനുഷ്യനെ സഹായിക്കാനുള്ള അവരെ സഹായിക്കാനുള്ള ഒരു ആഗ്രഹമാണെന്നാണ് ഒരു ഫിലാന്ത്രോപ്പിനെ കുറിച്ച് പറയുന്നത്. എങ്ങനെ സഹായിക്കുന്നു? ത്രൂ ഡൊണേഷൻസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഫൗണ്ടേഷൻസ്. എന്തെങ്കിലുമൊക്കെ ഡൊണേഷൻസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫൗണ്ടേഷൻ എന്ന് പറയില്ലേ നമ്മൾ, അതിൻ്റെ മോണിറ്ററി ആവാം, നോൺ മോണിറ്ററി ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൊണേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് ജനങ്ങളെ എന്ത് ചെയ്യണം, അവരെ സഹായിക്കാനുള്ള ഒരു ആഗ്രഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഹെൽപ്പിംഗ് ദ പുവർ ആൻഡ് ദ നീഡി എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? പാവപ്പെട്ടവരെ, പൂറായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ നീഡി എന്ന് പറയുന്നതാണ് ആവശ്യക്കാരെയും എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ദാറ്റ് ഇസ് ഫിലാന്ത്രോപ്പി എന്നുള്ള ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ബൈ, അപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുന്നതും എങ്ങനെയായിട്ട് തന്നെ മണി അതിൽ മോണിറ്ററി ആയിട്ട് തന്നെ സ്കോളർഷിപ്പുകൾ അങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നോൺ മോണിറ്ററി എന്നുള്ളതല്ല, കൂടുതൽ മണി എന്നുള്ളതിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രാക്ടീസിനെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൾ ഇറ്റ് ആസ് ഫിലാന്ത്രോപ്പി. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഒരു പുതിയ വേർഡല്ല, അപ്പോൾ നിങ്ങൾക്കത് സിമ്പിളാണ്. പാവപ്പെട്ടവരെ സഹായിക്കാൻ ശ്രമിക്കുക. ക്ലിയർ? ഇനി ഇതെങ്ങനെ ബിസിനസ് ഹൗസുകളിലേക്ക്, അപ്പോൾ നമ്മൾ ബിസിനസ്സാണ് പഠിക്കുന്നത്, എങ്ങനെ ബിസിനസ്സിന് ഈ ഒരു തരത്തിലുള്ള ഫിലാന്ത്രോപ്പി എന്നുള്ള ആക്ടിവിറ്റിയിലേക്ക് വരാമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് ഫൗണ്ടേഷൻസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചില ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ ചില അസോസിയേഷൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് നടപ്പിലാക്കിക്കൊണ്ട് ബിസിനസ്സിന് ഈ ഒരു പ്രവൃത്തിയിൽ എന്ത് ചെയ്യാം, ഭാഗമാകാമെന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ആക്ടിവിറ്റി ഓഫൺ ആഡ്സ് ടു ദി പ്രസ്റ്റീജ് ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. ശരിയല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷനെയും അതുപോലെ തന്നെ അതിൻ്റെ പ്രസ്റ്റീജിനെയും എന്ത് ചെയ്യുക, പോസിറ്റീവ്ലി ബാധിക്കുന്ന കാര്യമാണ്. അതിൻ്റെ പ്രസ്റ്റീജ് കൂടും, അതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ പ്രസ്റ്റീജ് കൂടും, അതുപോലെ തന്നെ അതിൻ്റെ ഗുഡ് വില്ല്, പബ്ലിക് ഇമേജ് ഒക്കെ കൂടുമെന്നാണ് പറയുന്നത്. അത് കാരണം ഇത് ബിൽഡ്സ് അപ്പ് എ ഹ്യൂമാനിറ്റേറിയൻ ഇമേജ്. ഒരു ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വപരമായിട്ടൊരു ഇമേജ് ആ ബിസിനസ്സിന് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് സം പുവർ പീപ്പിൾ ബൈ ഗിവിങ് ദം സം മോണിറ്ററി ബെനിഫിറ്റ്സ് ഇൻ ക്യാഷ്, സ്കോളർഷിപ്പുകളായിട്ട് കൊടുത്തുകൊണ്ട് സഹായിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ പറ്റുമെന്നാണ് പറയണത്. അതാണ് വാട്ട് ഈസ് ഫിലാന്ത്രോപ്പി എന്നുള്ളതിന് പറയാനുള്ളത്. ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുന്നത് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ അവർ ഇതുപോലെ ഒരുപാട് ഒരു സെഞ്ചുറി പല കാലങ്ങളായിട്ട് ഇതുപോലെ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് ടാറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഒന്ന് എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫിലാന്ത്രോപ്പി എന്ന് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മളെ വരികയാണ്, അതിൻ്റെ കൂടെ നമ്മളൊരു വേർഡ് ആഡ് ചെയ്യാണ്, കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി. എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? കോർപ്പറേറ്റ് എന്നുള്ളത് ആഡ് ചെയ്യാം. ഫിലാന്ത്രോപ്പി എന്താ നമ്മൾ പഠിച്ചു വെച്ചു? പാവപ്പെട്ട ആളുകളെ സഹായിക്കുക അല്ലെങ്കിൽ ആവശ്യക്കാരെ സഹായിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. ആൻഡ് വാട്ട് ഈസ് കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി? കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി ഈസ് ദ ആക്ട് ഓഫ് എ കോർപ്പറേഷൻ ഓർ എ ബിസിനസ്. ഒരു ബിസിനസ്സോ കോർപ്പറേഷനോ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മറ്റേത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം, ഈവൻ എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് എ കോർപ്പറേഷൻ ഓർ ബിസിനസ് ഫോർ പ്രൊമോട്ടിംഗ് ദ വെൽഫെയർ ഓഫ് അതേഴ്സ് ജനറലി ത്രൂ ചാരിറ്റബിൾ ഡൊണേഷൻ ഓഫ് ഫണ്ട്സ്. ഫണ്ടുകൾ ഡൊണേറ്റ് ചെയ്തുകൊണ്ട്, ചാരിറ്റി എന്ന് കേട്ടില്ലേ, സന്നദ്ധ പ്രവർത്തനം അങ്ങനെയല്ലേ നമ്മളതിനെ പറയാം, മലയാളം അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്നവർക്കാണെങ്കിൽ കറക്റ്റ് അറിയാം. അപ്പോൾ അത് എന്ത് ചെയ്യാം, മറ്റുള്ളവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി എന്ന് പറയാം. ക്ലിയർ? എന്താണ് പറയണത്? ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ബിസിനസ് ഫംഗ്ഷൻ. ശരിക്കും പറയണത് എന്താ വെച്ചാൽ ഇതൊരു ബിസിനസ്സിൻ്റെ ഒരു എസെൻഷ്യൽ ആവശ്യമുള്ളൊരു ഫംഗ്ഷൻ തന്നെയാണെന്നാണ് പറയണത്. ദാറ്റ് ഹെൽപ്സ് സപ്പോർട്ട് കമ്മ്യൂണിറ്റീസ് വേർ ദ കമ്പനീസ് ആർ ലൊക്കേറ്റഡ്. ഇനി പ്രത്യേകിച്ച് ഈ ഒരു സഹായം കൊടുക്കുക എന്ന് പറയുന്നത് ആർക്കായിരിക്കും എന്നാണ് പറയുന്നത്? എവിടെയാണോ ഈ കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്നത് ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളെയാണെന്നാണ് പറയുന്നത്. ഫോസ്റ്റർ എംപ്ലോയി എൻഗേജ്മെൻറ്റ് ആൻഡ് ജനറേറ്റ് ബിസിനസ് വാല്യൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി അവർക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിനൊരു മൂല്യം കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, എംപ്ലോയി അങ്ങനത്തെയുള്ള നല്ല കാര്യങ്ങളിൽ ആരും കൂടി ഭാഗമാകുന്നുണ്ട്, അതിന് എംപ്ലോയീസും ഭാഗമാകും. അതായത് അവരിൽ നിന്നൊരു ചെറിയ കോൺട്രിബ്യൂഷനൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ അറിയാം, നമ്മൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ഒരാളെയും സഹായിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മളങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായാലോ നമ്മളൊരു ജോലിയിലോ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ സഹായിക്കും. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കും.
അല്ലാണ്ട് നമ്മൾ അതിന് വേണ്ടി ഒരു സമയം നോക്കിയിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ ഒരാളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ നമുക്കതിൻ്റെ ഭാഗമാകാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു എസെൻഷ്യൽ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഡൊണേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഡൊണേഷൻ നമ്മൾ പറഞ്ഞല്ലേ, ഇൻ ദ വേ ഓഫ് ഡൊണേഷൻ എന്നാണ് പറഞ്ഞത്. ഈ ഡൊണേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോണിറ്ററി ഹെൽപ്പ് ആയിരിക്കാം, ആസ് വെൽ ആസ് കോൺട്രിബ്യൂഷൻ ഇൻ കൈൻഡ്. എന്തെങ്കിലും വേറെ സഹായം, ഇപ്പോൾ പഠിക്കാനുള്ള പുസ്തകങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് യൂണിഫോം കൊടുക്കാം, അങ്ങനെ കൈൻഡ് എന്നുള്ള രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ മണി, ഇത്ര തുക ഫീസിൻ്റെ എമൗണ്ട് അവരുടെ കയ്യിൽ കൊടുക്കുക, അപ്പോൾ അല്ലെങ്കിൽ ഫീസ് ഞങ്ങൾ അടച്ചോളാം എന്ന് പറയാം. ഇതൊക്കെ ദാറ്റ് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, ഫിലാന്ത്രോപ്പി ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂസസ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡൂയിങ് സർവീസ് ടു സൊസൈറ്റി. പല മെത്തേഡുകൾ യൂസ് ചെയ്യാം. എന്തായാലും സൊസൈറ്റീനെ സെർവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാം, പല മെത്തേഡുകളിൽ നമുക്ക് ഈ ഒരു പറയുന്ന ഹെൽപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത്. ചില എക്സാമ്പിൾ പറയുന്നത്, ഒരു എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്, ചില കമ്പനീസ് ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് മാച്ച് ഗിഫ്റ്റ് പ്രോഗ്രാം എന്നാണ്. ഒരു ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റി ആയിട്ട് പറയുന്നതാണ് മാച്ചിങ് ഗിഫ്റ്റ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അതായത് ആ കമ്പനി നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരുടെയെങ്കിലും, ഈവൺ ചിലപ്പോൾ നമ്മുടെ കോവർക്കേഴ്സിന് തന്നെയായിരിക്കാം, അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, എംപ്ലോയീസ് ഒരു എമൗണ്ട് എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എംപ്ലോയർ മനസ്സിലാക്കുക, എംപ്ലോയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ജോലി തരുന്ന, നമ്മുടെ ജോലി നമുക്ക് ആരാണോ തരുന്നത് അവരെയാണ് എംപ്ലോയർ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും, ഒന്നെങ്കിൽ ആ ഈക്വൽ എമൗണ്ട് ഓഫ് മണിയോ അല്ലെങ്കിൽ എത്രയാണ് എംപ്ലോയീസ് എടുത്തത് അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ട്രിപ്പിളോ, മനസ്സിലാകുന്നില്ല, ആ എമൗണ്ട് എടുക്കും. ആ രീതിയിൽ എന്ത് ചെയ്യുക, അതിനെയാണ് നമ്മൾ പറയുന്നത് മാച്ചിങ് ഗിഫ്റ്റ് പ്രോഗ്രാം. അപ്പോൾ ഒരു എമൗണ്ട്, കാരണം എംപ്ലോയീസിനേക്കാൾ കൂടുതൽ ഒരു ഇൻകം എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ എംപ്ലോയർക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ എംപ്ലോയീസ് എടുത്തതിനേക്കാൾ എന്ത് ചെയ്യുന്നു, ഇരട്ടി എമൗണ്ട്. ഇപ്പോൾ എംപ്ലോയീസ് എല്ലാവരും കൂടി 10,000 കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ പറയും ഓക്കെ ഐ വിൽ കോൺട്രിബ്യൂട്ട് 20,000, മൊത്തം ഒരു 30,000 റുപ്പീസ് ആയിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാനായിട്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ആ രീതിയിൽ ചെയ്യുന്നതാണ് നമ്മൾ മാച്ചിങ് ഗിഫ്റ്റ് പ്രോഗ്രാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ബിസിനസ്സിന് വേണമെങ്കിൽ ഈ ഒരു ഹെൽപ്പിംഗ് ആക്ടിവിറ്റി ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചെയ്തൊരു കമ്പനിയുടെ, ആപ്പിൾ കമ്പനിയുടെ ഒരു, ആപ്പിളിൽ നമ്മുടെ ആപ്പിൾ കമ്പനി അങ്ങനെ ഏകദേശം ഒരു $500 million ചാരിറ്റീസിന് വേണ്ടി അവർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബിഗ് ആൻഡ് സക്സസ്ഫുൾ കമ്പനീസ് റിയലി ബിലീവ് ഇൻ ദി കോസസ് ദേ ആർ സപ്പോർട്ടിങ് ത്രൂ ദീസ് ഡൊണേഷൻ. ഒരുവിധം വലിയ കമ്പനീസിനൊക്കെ ആണെങ്കിൽ അറിയാം എന്തിനു വേണ്ടിയാണ് ഞങ്ങളത് കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയും, ഇന്ന കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് രീതിയിൽ അറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് കൊടുക്കണമെങ്കിൽ ജനറലായിട്ടും കൊടുക്കാം. ഇപ്പോൾ ആപ്പിൾ എന്നൊക്കെ പറയുന്നത് ബിഗ് കമ്പനിയാണ് അല്ലേ, അവരൊക്കെ ഏകദേശം $500 million കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അവർക്ക് എന്തിനാണ് അവരത് ചെയ്യുന്നതും എന്നുള്ള ആ കാരണം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഇനി അതാണ് നമ്മുടെ കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി. ഇത്രയാണ് വോട്ട് ഈസ് കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി. ഫിലാന്ത്രോപ്പി എന്താണെന്ന് എഴുതിയിട്ട് ഇഫ് ഈസ് ഡൺ ബൈ എ ബിസിനസ് ഇറ്റ് ഈസ് കോൾഡ് കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി എന്ന് എഴുതിയ ചാമ്പി നിങ്ങൾ, എന്നിട്ട് നിങ്ങൾക്ക് ആപ്പിളിൻ്റെ എക്സാമ്പിൾ എഴുതിയാൽ മോർ ദാൻ ഇനഫ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പിയും പഠിച്ചു, നമ്മളൊരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും പഠിച്ചു അല്ലേ. എന്താണത്, നമ്മളിപ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്കത് നമ്മൾ സിനോണിമസ്ലി ചില സമയങ്ങളിൽ പോലും യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ബട്ട് ദർ ഇസ് എ ക്ലിയർ ഡിഫറൻസ് ബിറ്റ്വീൻ, അതായത് ഓരോ കൺസെപ്റ്റിനും ഓരോ മീനിങ് ഉണ്ടെന്നാണ് പറയുന്നത്. CSR എന്താണെന്നും എങ്ങനെയാണ് നമ്മൾ പറയുന്നത് CP, അതായത് കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നതും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സം ഡിഫറൻസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. രണ്ടും സൊസൈറ്റീനെ സർവീസ് ചെയ്യൽ തന്നെയാണ് അല്ലേ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ പറഞ്ഞത് വെൽഫെയർ ഓഫ് സൊസൈറ്റിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് പറഞ്ഞത് ആളുകളുടെ ആളുകളുടെ അല്ലെങ്കിൽ അവർക്കുള്ള എന്തെങ്കിലും രീതിയിലുള്ള സർവീസുകൾ പ്രത്യേകിച്ച് ഡൊണേഷൻസ് ആയിട്ട് കൊടുക്കുന്നത്. രണ്ടായാലും വെൽഫെയർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ദർ ആർ സം ഡിഫറൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി മനസ്സിലാക്കി വയ്ക്കുക, ചെയ്യുന്നത് എപ്പോഴും ഒരു സോഷ്യൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടായിരിക്കും. എന്തിനാണ്, ഒരു സോഷ്യൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും എന്നാണ് പറയുന്നത്. ദേ ജസ്റ്റ് മേക്ക് ഡൊണേഷൻ ഓഫ് ഗുഡ്സ് ഓർ മണി ടു ഹാവ് ആൻ ഇമ്പാക്ട് ആൻഡ് ടു ഇംപ്രൂവ് ദെയർ ബ്രാൻഡ് ഇമേജ്. അവർ ആ ബ്രാൻഡ് ഇമേജ് കൂട്ടുക, അത് മാത്രമാണ് അതിൻ്റെ സമയത്ത് അവർക്ക് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ബ്രാൻഡ് ഇമേജ് കൂട്ടുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മിക്ക കമ്പനീസും എന്തിലേക്ക് പോകാമെന്നാണ് പറയണത്, ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പിയിലേക്ക് പോകാമെന്നാണ് പറയണത്. അല്ലാതെ അത് അവരുടെ മെയിൻ ആക്ടിവിറ്റീസ് ഇല്ലേ കോർപ്പറേറ്റിൻ്റെ, ഇപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്കൗണ്ട്സിലൊക്കെ നമ്മൾ കാണിക്കുന്നതാണ് മെയിൻ ആക്ടിവിറ്റീസ്, അതിലൊന്നും അത് കാണിക്കില്ല. അത് മെയിൻ ആക്ടിവിറ്റീസിൽ പെടുന്ന ഒരു കാര്യമേ അല്ല കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ എന്താണ്, ദർ ആർ സം ക്ലിയർ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത് അത് മെയിൻ ആക്ടിവിറ്റീസിലൊന്നും വരാത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞു. അതേസമയം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ ശരിക്കും അതിനെ കൗൺസിലൊക്കെ കാണിച്ചു തരും. CSRന് വേണ്ടി ഇത്ര എമൗണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മെയിൻ ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് റിയലി ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദ കമ്പനീസ് ആക്ടിവിറ്റീസ് ആൻഡ് ഐഡൻറ്റിറ്റി. അതായത് നമുക്ക് കാണിക്കാം വി ആർ ഡൂയിങ് CSR എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഐഡൻറ്റിറ്റിയിൽ കാണിക്കാം, കൃത്യമായിട്ടത് പറയാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ മെയിൻ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ഇത്ര ഫണ്ട് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ കൃത്യമായിട്ട് പറ്റുന്ന ഒരു മെയിൻ ആക്ടിവിറ്റിയിൽ പെടുന്ന കാര്യമാണ് CSR എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസ്. മറ്റേത് കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത് ജസ്റ്റ് അവർ ആ ബ്രാൻഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ബ്രാൻഡ് ഇമേജ് കൂട്ടാൻ വേണ്ടി പെട്ടെന്നൊരു സോഷ്യൽ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. മെയിൻ ആക്ടിവിറ്റിയായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അവർ പെട്ടെന്ന് ചെയ്തു പോകുന്ന ചില കാര്യങ്ങളാണ്. CSR അങ്ങനെയല്ല, അവരതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വൺസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് കാലാകാലം അത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ? അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു പുതിയ ടോപ്പിക്ക് ഇന്ന് തന്നെ നമ്മൾ കയറാൻ പോവുകയാണ്. ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് പറയുന്നത്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്? അപ്പോൾ അതിലെ മീനിങ് അറിഞ്ഞിരുന്നാൽ മതി, അതിൻ്റെ ഡെഫിനേഷനും അത്രയാണ് നമുക്ക് എക്സാം പോയിന്റ് അത്ര തന്നെ അവിടെ അറിയണ്ടോ. ഒന്നെങ്കിൽ ഡിഫൈൻ CG എന്നാണ് നമ്മൾ അതിന് ഷോർട്ട് ഫോം ആയിട്ട് പറയട്ടെ. CG എന്നല്ല ചോദിക്കാം, കോർപ്പറേറ്റ് ഗവേണൻസ് ഒന്നെങ്കിൽ ഡിഫൈൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയും, അല്ലെങ്കിൽ വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്, പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ഇങ്ങനെ ടെക്സ്റ്റിൽ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. എന്താണെന്ന് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക, ഒപ്പം തന്നെ അതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് പ്രിൻസിപ്പിൾസ് പഠിച്ചു വയ്ക്കുക. അതാണ് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാമല്ലോ, ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഗവേണൻസ് എന്ന് പറഞ്ഞെങ്കിൽ, ഗവേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഭരണം അല്ലേ, മാനേജ്മെൻറ്റ് എന്ന് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോ. അതായത് ഒരു കോർപ്പറേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു കൺസേണിൻ്റെ കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റ്. അപ്പോൾ അതാണ് സിമ്പിളായിട്ട് അത് മനസ്സിലാക്കി വെക്കാനുള്ളത്. പക്ഷെ അതിൽ മോർ ദാൻ ദാറ്റ് അതിനേക്കാൾ വലിയൊരു ബ്രോഡ് കോൺസെപ്റ്റ് ആണിതെങ്കിൽ പോലും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. കണ്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ വന്നിട്ട് ആദ്യത്തെ ലൈൻ തന്നെ അതാണ്, കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ജസ്റ്റ് മാനേജിങ് എ കമ്പനി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാ ഒരു മാനേജ്മെൻറ്റ് ഓഫ് കമ്പനിയേക്കാൾ ഒരു വൈഡർ സെൻസിലുള്ള അല്ലെങ്കിൽ ബ്രോഡ് സെൻസിലുള്ള ഒരു കോൺസെപ്റ്റാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരു കമ്പനിയിൽ എന്ത് ചെയ്യുകയാണ്, നല്ല രീതിയിൽ ഗുഡ് ആയിട്ട് ഗവേൺ ചെയ്ത് കൊണ്ടുപോകുക, അതാണ് പറയുന്നത്. ഇറ്റ് മീൻസ് good governance of the company, keeping the interest of all stakeholders. ഇനി ഞാൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല, കൃത്യമായിട്ട് ഞാൻ ആരാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് റീകോൾ ചെയ്തെടുക്കുക ആരാന്നുള്ളത്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരാൾക്കും ഒരു പരാതിയില്ലാത്ത രീതിയിൽ ഭംഗിയായി ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ഗുഡ് ആയിട്ട് ഗവേൺ ചെയ്ത് കൊണ്ടുപോകുന്നതിന് നമുക്ക് എന്ത് പറയാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോർപ്പറേറ്റ് ഗവേണൻസ്. അത് തന്നെയാണ് അതിൻ്റെ സിമ്പിൾ മീനിങ് പഠിച്ചു വെച്ചോളൂ. കോർപ്പറേറ്റ് ഗവേണൻസ് മീൻസ് ഗുഡ് ഗവേണൻസ് ഓഫ് ദ കമ്പനി, കീപ്പിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആണെങ്കിൽ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണെന്ന് കൂടെ എഴുതി വെച്ചോ. ക്ലിയർ? അത് തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്, എ കമ്പനി എക്സിസ്റ്റ് നോട്ട് ഓൺലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ഷെയർ ഹോൾഡർ ബട്ട് ഓൾസോ ഫോർ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറ്റ് ലാർജ്. അപ്പോൾ ഇതിൽ കോർപ്പറേറ്റ് ഗവേണൻസിൽ അതിൽ അവർ ഉയർത്തിപ്പിടിക്കുന്നൊരു മോട്ടോ എന്ന് പറയുന്നതാണ്, അതായത് ഒരു കമ്പനി എന്ന് പറയുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റേഴ്സ് ആണല്ലേ, അവർ കൃത്യമായി ഡിവിഡൻഡ് കൊടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കേണ്ടതല്ല ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ബട്ട് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, എല്ലാവർക്കും, അതായത് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് കോർപ്പറേറ്റ് ഗവേണൻസ് പറയുന്നത്. പ്രത്യേകിച്ച് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് പറയുന്നത് ദാറ്റ് ഈസ് എ കമ്പനി എക്സിസ്റ്റ് ഫോർ ദി സോൾ ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്, not for the sole benefit of its shareholders but also for the interest of the stakeholders at large. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇന്ന് ഇപ്പം നമ്മൾ ഈ കോർപ്പറേറ്റ് CSRും നമ്മൾ പഠിച്ച കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പിയും ഈ CG എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാലത്തിൽ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ വളരെയധികം യൂസ് ചെയ്ത് പോരുന്നൊരു ഓരോ കോൺസെപ്റ്റുകളാണ്. ഇതും ഈ അടുത്ത കാലത്തായിട്ട് എന്ത് ചെയ്യാണ്, ഗ്രേറ്റർ ഇമ്പോർട്ടൻസ്, വളരെയധികം പ്രാധാന്യമുണ്ടെന്നാണ് പറയണത്. അതായത് റീസൺ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് അതിന് കിട്ടിയെന്നുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് വൈഡർ കോർപ്പറേറ്റ് ഫെയിലിയേഴ്സ്. ഒരുപാട് ബിസിനസ്സുകൾ എന്ത് ചെയ്തു പോയി,
ഫെയിലിയറിലേക്ക് വന്നു. അതായത് കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടൊരു മാനേജ്മെൻറ്റ് നടത്താത്തതുകൊണ്ട് പല ബിസിനസ്സുകളുടെയും ഫെയിലിയറിലേക്ക് അത് വഴിതെളിച്ചു. അപ്പോഴാണ് ഇങ്ങനൊരു കാര്യമുണ്ട് CG എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് പല കമ്പനീസും അത് ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വന്നതെന്നാണ് പറയുന്നത്. ഗുഡ് ഗവേണൻസ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് ദ വേ കമ്പനീസ് ആർ മാനേജ്ഡ് എഫിഷ്യൻ്റ്ലി. ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. എഫിഷ്യൻ്റ്ലി, ട്രാൻസ്പാരൻ്റ്ലി ആൻഡ് എത്തിക്കലി. കണ്ടോ, നമ്മൾ എത്തിക്സ് ഒക്കെ പഠിച്ചു വന്നിട്ട് തന്നെയാണ് ഇതിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അതാണ് പറയണത്. ഒരുപാട് കമ്പനികളുടെ ഫെയിലിയർ വന്നതിന് ശേഷം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തുടങ്ങിയെന്നാണ് പറയണത്. ഒരു ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണെന്നാണ് പറയുന്നത്. ആൻഡ് എന്താണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസിൽ നമുക്ക് പറഞ്ഞു തരുന്നത്? ദ വേ കമ്പനീസ് ആർ മാനേജ്ഡ് എഫിഷ്യൻ്റ്ലി. എത്ര എഫിഷ്യൻ്റായിട്ട് ഒരു കമ്പനി മാനേജ് ചെയ്യാം. ട്രാൻസ്പെറൻ്റ്ലി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഷെയർ ഹോൾഡർ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട് ഒന്നും ഒളിപ്പിച്ച് വയ്ക്കുക, എല്ലാം ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇൻവെസ്റ്റേഴ്സിനൊക്കെ എല്ലാം ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തി ആൻഡ് എത്തിക്കലി വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് റോങ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെന്ത് ചെയ്യുക, വൈൽ മെയിൻറ്റെയിനിങ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസിങ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അതേസമയം ഈ 3 കാര്യങ്ങൾ, അതായത് എഫിഷ്യൻസി, ട്രാൻസ്പെറൻസി, എത്തിക്സ് എന്നുള്ളത് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എല്ലാവരും. അങ്ങനെ ചെയ്യുന്ന ആ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ആ ഒരു വേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? അപ്പോൾ അതവിടെ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള പഠിച്ചു വെച്ചാലും മതി, അല്ലെങ്കിൽ ഈ ഒരു പഠിച്ചു വയ്ക്കുക. ഗുഡ് ഗവേണൻസ് ഇസ് എൻ ഇൻറ്റഗ്രൽ പാർട്ടാണ്. ഇറ്റ് ഇസ് ദ വേ കമ്പനീസ് മാനേജ് എഫിഷ്യൻ്റ്ലി, അതുപോലെ തന്നെ എന്താണ്, ട്രാൻസ്പെറൻ്റ്ലി ആൻഡ് എത്തിക്കലി വൈൽ മാനേജിങ് ദ വൈൽ ട്രൈങ് ടു ഗെയിൻ മാക്സിമം വെൽത്ത് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ ചില പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഗവേണൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗവേണൻസ് എന്ന് ഞാൻ മാത്രം പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഗുഡ് കോർപ്പറേറ്റ് എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്, ഇറ്റ് അണ്ടർസ്റ്റുഡ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കേട്ടോ, അതിനാണ് ഞാൻ കൃത്യമായിട്ട് മുൻപത്തെ ക്ലാസ്സിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞത്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. സെക്കൻഡ് എന്താണ്, എഫിഷ്യൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. എഫിഷ്യൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുക, ഒരു പാകപ്പിഴയും ഇല്ലാതുള്ള. അത് കോർപ്പറേറ്റ് ഗവേണൻസ് പാലിച്ചു പോരുന്ന കമ്പനീസിൽ അത് സാധിക്കും, ആ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. എഫിഷ്യൻറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ഇറ്റ്സ് പ്രിൻസിപ്പിളാണ്. തേർഡ് ഈസ് ട്രാൻസ്പെറൻസി ആൻഡ് ഫെയർനെസ് ഇൻ ഡീലിങ്സ്. എന്ത് ഡീലിങ്സ് നടത്തുമ്പോഴും ട്രാൻസ്പെറൻ്റ് ആവുക, അതായത് കൃത്യമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞുകൊണ്ട് ഡീലിങ്സുകൾ നടത്താം. ഫെയർ ആയിട്ട്, അൺഫെയർ ആയിട്ടൊന്നുമില്ല, കള്ളത്തരങ്ങളായിട്ടൊന്നുമില്ല, വളരെ ഫെയർ ആയിട്ടുള്ള ഡീലിങ്സ് നടത്താം. അത് വൺ ഓഫ് ട്രാൻസ്പെറൻസി എന്നുള്ളതാണ് എപ്പോഴും CG എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി എന്നുള്ള വേർഡ് അവിടെ എഴുതി വരണം, അതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫോർമേഷൻ. ഡിസ്ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാം തുറന്ന് കാണിക്കും എന്ന് പറഞ്ഞാൽ ട്രേഡ് സീക്രട്സുകളൊന്നുമല്ല, അല്ലാതെയുള്ള അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാത്തിനെയും ഫുൾ ഡിസ്ക്ലോസ് മീനിങ് അറിയാത്തവരുടെ എഴുതി വെച്ചോളും. ദാറ്റ് ഈസ് ഓപ്പണിംഗ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫോർമേഷൻ. അക്കൗണ്ടബിലിറ്റി ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ ഷോർട്ട് ഫോമിൽ നമ്മളവരെ BOD എന്ന് പറയും കേട്ടോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ആരാണ് ഒരു കമ്പനീനെ മാനേജ് ചെയ്യുന്നവർ, അവരെയാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ടായിരിക്കണം, അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഞാൻ രണ്ടാമത് അതിൽ ഓർക്കേണ്ട കാര്യം പറയുന്നു, കോർപ്പറേറ്റ് ഗവേണൻസിൽ ട്രാൻസ്പെറൻസി കഴിഞ്ഞാൽ ഓർക്കേണ്ടതാണ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളത്. ഓക്കെ, അക്കൗണ്ടബിലിറ്റി എന്താണ്, നമ്മൾ റെസ്പോൺസിബിലിറ്റി, ഇതിൻ്റെ ഒരു വേറെ നമ്മൾ അക്കൗണ്ടബിലിറ്റി പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? നമ്മൾ റെസ്പോൺസിബിലിറ്റി വരുമ്പോഴാണ് നമ്മൾ അതിനോടുള്ള നമുക്ക് എന്ത് വരുള്ളൂ, അക്കൗണ്ടബിലിറ്റിയും കൂടി വരുള്ളൂ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ആൻഡ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നതാണ് കംപ്ലയൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ലീഗൽ പ്രൊവിഷൻസ്. കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലയൻസ് എന്നാണ് കേട്ടോ, LIANC എന്നുള്ളതാണ്, അഗ്രിമെൻ്റ് എന്നുള്ള മീനിങ് ആണ്. അതായത് കമ്പനിയുടേതായിട്ടുള്ള ചില സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള ചില ലീഗലായിട്ടുള്ള ചില പ്രൊവിഷൻസ് ഉണ്ടായിരിക്കും, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. നിയമത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ വിത്തിൻ റെഗുലേഷൻസിൽ, വിത്തിൻ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ലീഗൽ പ്രൊവിഷൻസിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് അതുമായി യോജിച്ചുകൊണ്ട് അതുമായി എഗ്രി ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും. അതാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ വൺ ഓഫ് ദി പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ഈസ് എത്തിക്കൽ കണ്ടക്ട് ഓഫ് ബിസിനസ്. എത്തിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ബിസിനസ് എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ നടപ്പ് ഉറപ്പാക്കുക. എന്താണ് ഡിസ്ചാർജ് ഓഫ് CSR. കണ്ടോ, CSR കൃത്യമായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറയാം, അവിടെ CGയിലേക്ക് നമ്മൾ പോന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരാമെന്നുള്ളത്. അപ്പോൾ ഡിസ്ചാർജ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്.
ഓക്കെ, അപ്പോൾ ഇൻ ഷോർട്ടായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസിൽ വേണ്ട 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചോളൂ. ട്രാൻസ്പെറൻസി, ഫെയർനെസ്, അക്കൗണ്ടബിലിറ്റി. ഇതൊക്കെയാണ് ട്രാൻസ്പെറൻസി, ഫെയർനെസ്, അക്കൗണ്ടബിലിറ്റി. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ കൃത്യമായിട്ട് പ്രിൻസിപ്പിൾ നന്നായി തന്നെ പഠിച്ചിരിക്കേണ്ടതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഡെഫിനിഷൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ അതിൽ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് നോക്കിയാൽ കാണാം ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും ആദ്യം തന്നെ നമുക്ക് ഇൻട്രഡക്ഷനായിട്ട് പറയാമെന്നുള്ളത് നമുക്ക് പ്രിസൈസ് ആയിട്ടൊരു ഡെഫിനിഷൻ ഇതിന് അവൈലബിൾ അല്ല. നമ്മൾ പറയും കൃത്യമായിട്ട് ഇതാണ് ഡെഫിനിഷൻ, നമ്മൾ മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രിസൈസ് ആയിട്ടൊരു ഡെഫിനിഷൻ ഇല്ല. അതായത് കാരണം ഇത്രയേ ഉള്ളൂ, കാരണം നമുക്ക് ഏതാണ് വാട്ട് ഈസ് ഗുഡ് ഗവേണൻസ് ആൻഡ് വാട്ട് ഈസ് ബാഡ് ഗവേണൻസ് എന്നുള്ളത് കൃത്യമായിട്ട് എടുത്ത് പറയാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ അതിനില്ല എന്നാണ് പറയുന്നത്. അതായത് എല്ലാ കമ്പനീസിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ സെറ്റ് ഓഫ് റൂൾസ് ഇല്ല. നമ്മൾ പല കാര്യങ്ങളും എങ്ങനെയാണ് എല്ലാവരും ഒരേ റൂള് ഫോളോ ചെയ്യുമ്പോഴാണല്ലേ, പക്ഷേ കോർപ്പറേറ്റ് ഗവേണൻസിന് അങ്ങനെ ഒരു എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൂൾസുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും പലരും എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചില ഡെഫിനിഷൻസ് കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, OECD. നമുക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ലെങ്കിൽ പോലും ഹയർ സ്റ്റഡീസിലൊക്കെ OECD എന്നുള്ളത് പഠിക്കാനുണ്ടായിരിക്കും. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇതിന് വേണ്ടി വന്നിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. അവർ കൊടുത്തിട്ടുള്ളൊരു ഡെഫിനേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല നിങ്ങളത് പഠിക്കുന്നുള്ളത്, കാരണം അത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾമോസ്റ്റ് ഒരു 7-8 ലൈൻസ് ഉണ്ട് ആ ഡെഫിനേഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഡെഫിനേഷൻ ഇവിടെ ഞാൻ പറയുന്നില്ല. പിന്നെ തന്നിട്ടുള്ളത് ദാറ്റ് ഈസ് പ്രസിഡന്റ് ഓഫ് ദി വേൾഡ് ബാങ്ക്, ദാറ്റ് ഈസ് ജെ വുൾഫൻസൺ. അദ്ദേഹം പറഞ്ഞ ഡെഫിനേഷൻ നമുക്ക് അത് എന്ത് ചെയ്യാം, പഠിക്കാം. അത് പഠിക്കാനായിട്ട് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞു പോകാം. അക്കോർഡിംഗ് ടു ജെ വുൾഫൻസൺ, പ്രസിഡന്റ് ഓഫ് ദി വേൾഡ് ബാങ്ക്, അദ്ദേഹം ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് അബൌട്ട് പ്രൊമോട്ടിംഗ് കോർപ്പറേറ്റ് ഫെയർനെസ്, കണ്ടോ, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ട്രാൻസ്പെറൻസി, ഫെയർനെസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് ഓർത്ത് വെച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് പറഞ്ഞാൽ എന്താണ്, ഒരു കോർപ്പറേറ്റ് ഫെയർനെസ്, കോർപ്പറേറ്റ് ട്രാൻസ്പെറൻസി ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അതാണത് പഠിക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പഠിച്ചു വയ്ക്കാനായിട്ട്. അപ്പോൾ ഡെഫിനേഷൻ എല്ലാം പഠിച്ചു വയ്ക്കാം. അപ്പോൾ അതാണ് എനിക്ക് നല്ല ഡെഫിനേഷനായിട്ട് തോന്നുന്നത്. അക്കോർഡിംഗ് ടു ജെ വുൾഫൻസൺ, പ്രസിഡന്റ് ഓഫ് വേൾഡ് ബാങ്ക്, കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് അബൌട്ട് പ്രൊമോട്ടിംഗ് കോർപ്പറേറ്റ് ഫെയർനെസ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, പിന്നെ നമുക്കതിൽ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അതായത് CII തന്നിട്ടുള്ള, അതും ഈ കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അസോസിയേഷനാണ്. അവർ തന്നിട്ടുള്ളൊരു ഡെഫിനേഷൻ ഉണ്ട്. ഞാനത് വായിക്കുന്നവർക്ക് വായിച്ചു നോക്കാം. അതിനേക്കാൾ എനിക്ക് നല്ലത് തോന്നുന്നത് കാഡ്ബറി കമ്മിറ്റി, അത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളൊരു കമ്മിറ്റിയാണ് കാഡ്ബറി കമ്മിറ്റി എന്ന് പറയുന്നത്. അവർ തരുന്നൊരു ഡെഫിനേഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ദ കാഡ്ബറി കമ്മിറ്റി ഓഫ് ദി UK ഡിഫൈൻസ് ഇറ്റ് ആസ് ദി പ്രോസസ് ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾ. ഒരു കമ്പനീനെ ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാമെന്നാണ് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് നല്ല ഡെഫിനേഷൻ തന്നെയാണ് പഠിച്ചു വെക്കാനായിട്ട്. ആൻഡ് ഇൻ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സിസ്റ്റംസ്, പ്രോസസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. എന്താണെന്നാണ് സെറ്റ് ഓഫ്, അതിനകത്ത് കുറച്ച് സിസ്റ്റംസ് ഉണ്ടായിരിക്കും, കുറച്ച് പ്രോസസ്സുകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ, നമ്മൾ കണ്ടു കുറച്ച് പ്രിൻസിപ്പിൾസ്, ഒരു 8 പ്രിൻസിപ്പിൾസ് നമ്മൾ കണ്ടു. വിച്ച് എൻഷുർ ദാറ്റ് എ കമ്പനി ഈസ് ഗവേൺഡ് ഇൻ ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രോസസ്സുകളും കുറച്ച് പ്രിൻസിപ്പിൾസും കുറച്ച് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ആ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ ഡെഫിനേഷൻ ദാറ്റ് ഈസ് ഗിവൻ ബൈ കാഡ്ബറി കമ്മിറ്റി ഓഫ് UK. ഇതിൽ നിങ്ങൾ അപ്പോൾ ഞാൻ 2 ഡെഫിനേഷനാണ് പറഞ്ഞത്. ഒന്ന് കാഡ്ബറി കമ്മിറ്റിയുടെ ഡെഫിനേഷനും പറഞ്ഞു, അതുപോലെ തന്നെ ജെ വുൾഫൻസൺ അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനും പറഞ്ഞു. ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. എനിക്ക് എളുപ്പം തോന്നിയ 2 എണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളതാണ്. ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. The objectives of corporate governance are enhance shareholders' value. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പറഞ്ഞത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ എൻഹാൻസ് ചെയ്യുക, അതായത് അവരുടെ ഒരു മൂല്യം കൂട്ടുക. അതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഒബ്ജക്റ്റ് ഓഫ് എവറി കമ്പനി ഇസ് ദ ക്രിയേഷൻ ഓഫ് മാക്സിമം ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. ഓൺലി കോർപ്പറേറ്റ് ഗവേണൻസ് ക്യാൻ എൻഷുർ ലോങ് ടേം ആൻഡ് സസ്റ്റൈനബിൾ വാല്യൂ. കാര്യം ശരിയാണ്, ഒരുവിധം എല്ലാ കമ്പനിയുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡറുടെ മൂല്യം കൂട്ടുക എന്നുള്ളത് തന്നെയാണ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ മൂല്യം കൂട്ടുക, അതായത് ഷെയർ പ്രൈസ് കൂട്ടുക, അവരുടെ വാല്യൂ കൂട്ടുക എന്നുള്ളത് തന്നെയാണ്.
പക്ഷേ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് അഡോപ്റ്റ് ചെയ്തുള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഈ മൂല്യം എന്ത് ചെയ്യാം, ദീർഘകാലത്തേക്ക്, അതായത് ലോങ് റണ്ണിൽ പോലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് അതിൽ പറയുന്നത്. ദാറ്റ് ഈസ് ക്യാൻ എൻഷുർ ലോങ് ടേം ആൻഡ് സസ്റ്റൈനബിൾ വാല്യൂ. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു നല്ല കമ്പനിയാണെന്ന് വിചാരിക്കുക, അത് പുവർലി മാനേജ് ചെയ്താൽ ഒരു കാര്യം, എത്ര നല്ല കമ്പനി ആയിക്കോട്ടെ, അത് തെറ്റായ രീതിയിൽ മാനേജ്മെൻറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തുണ്ടാവില്ല എന്നാണ് പറയുന്നത്, വാല്യൂ മാക്സിമൈസേഷനിലേക്ക് വരും. അപ്പോൾ എപ്പോഴും നല്ലൊരു കമ്പനി എങ്ങനെ ചെയ്തിരിക്കണം, നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ ഈ പറയുന്ന വാല്യൂ മാക്സിമൈസേഷനിലേക്ക് എത്തും. അതുതന്നെയാണ് വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, ടു എൻഹാൻസ് ദി അല്ലെങ്കിൽ ടു മാക്സിമൈസ് ദി ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. ഓക്കെ, സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത്, ഗുഡ് കോർപ്പറേറ്റ് ഇമേജ്. കോർപ്പറേറ്റിൻ്റെ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ, നല്ല CG ഉള്ള കമ്പനിയാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ പബ്ലിക് ഇമേജ് എന്തായിരിക്കും, നല്ലതായിരിക്കും. എ കമ്പനി വിത്ത് ഗുഡ് ഗവേണൻസ് ക്യാൻ കമാൻഡ് ബെറ്റർ കോർപ്പറേറ്റ് ഇമേജ്. ഇതാണ് നല്ല ഗവേണൻസ്, നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് നല്ലൊരു കോർപ്പറേറ്റ് ഇമേജ് തന്നെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് കിട്ടും. കൂടുതൽ ആളുകൾ അങ്ങനത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യും. അതാണ് പറയുന്നത്. അഡീഷണൽ റിസോഴ്സുകൾ കിട്ടും. ഇതിപ്പോൾ ബാങ്കിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ലോൺ എടുക്കുക, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺ വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ അഡീഷണൽ റിസോഴ്സ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബിക്കോസ് ഇറ്റ് ഈസ് വെൽ മാനേജ്ഡ് ആണ്. ആൻഡ് ഗുഡ് സപ്പോർട്ട് ഫ്രം ദ പബ്ലിക്കിൽ നിന്ന് സപ്പോർട്ട് കിട്ടും. കാരണം നല്ല രീതിയിൽ CG ഉള്ള, നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിന് കൂടുതൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്നാണ് പറയുന്നത്, കമ്മിറ്റ്മെൻറ്റ് ടു വാല്യൂസ് ആൻഡ് എത്തിക്കൽ കണ്ടക്ട് ഓഫ് ബിസിനസ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്, ആ ബിസിനസ്സിൻ്റെ വാല്യൂസിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, മാത്രമല്ല കൃത്യമായിട്ട് എത്തിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകും. കോർപ്പറേറ്റ് ഗവേണൻസ് എയിം അറ്റ് കമ്മിറ്റ്മെൻറ്റ് ടു വാല്യൂസ്, എത്തിക്കൽ കണ്ടക്ട് ഓഫ് ബിസിനസ്, ഫെയർനെസ് ഇൻ ഡീലിങ്സ് ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആ 3 കാര്യങ്ങൾ ചേർത്തോടെ എഴുതുക. അതായത് അവർ ചെയ്യുന്ന ഓരോ ഡീലിങ്സിലും ഫെയർനെസ്, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ഓരോ ട്രാൻസാക്ഷൻസിലും മാക്സിമം ട്രാൻസ്പെറൻസി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു, അതുപോലെ തന്നെ എത്തിക്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവന്നതിൻ്റെ ഒരു തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻസി, ഫെയർനെസ്, അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരും. ഓക്കെ, എന്താണ് ഫോർത്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദ ഫോർത്ത് ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഗുഡ് ഗവേണൻസ് aims at recognizing the right of all stakeholders. അപ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഞാൻ പറയില്ല ആരാണ് സ്റ്റേക്ക് ഹോൾഡർ, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതിൻ്റെ അവർക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. ഒരു ബിസിനസ് മാനേജ് ചെയ്യുമ്പോൾ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഈക്വലി പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലേ, അവർക്ക് ശരിയായ രീതിയിൽ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നതിനെ പോലെ കിട്ടുന്നില്ലേ എന്നുള്ളത് ഉറപ്പാക്കണം എന്നാണ് പറയുന്നത്. ദീസ് റൈറ്റ്സ് മേ ബി ലീഗലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതായത് അവർക്ക് അവകാശമുള്ള എല്ലാ കാര്യങ്ങളും ലീഗലായിട്ടുള്ള അവകാശങ്ങളുണ്ടായിരിക്കും. അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കിട്ടേണ്ട, നിർബന്ധമായിട്ടും കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ടായിരിക്കാം, കോൺട്രാക്റ്റ് അനുസരിച്ച് കിട്ടുന്നുണ്ടായിരിക്കാം, സമൂഹത്തിൽ സോഷ്യലായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം അവർക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടുന്നില്ലേ എന്നുള്ളത് ഉറപ്പാക്കുക. അതാണ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ്. നെക്സ്റ്റ് എന്താണെന്നാണ് പറയുന്നത്, നല്ല എഫിഷ്യൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എപ്പോഴും BOD നല്ലതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൻ്റെ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ ഒബ്ജക്റ്റീവ് ഓഫ് CG ഈസ് ടു എൻഷുർ എഫിഷ്യൻറ്റ് ആൻഡ് കോമ്പിറ്റൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. തോന്നിയ ആളുകളൊന്നുമല്ല BODയിൽ കയറിയിരിക്കേണ്ടത്, വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള, അതിന് ഉതകുന്ന, അതിനൊക്കെ നോളേജ്, എക്സ്പീരിയൻസ്, ഈ ക്വാളിഫിക്കേഷൻ ഒക്കെയുള്ള ആളുകളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വേണ്ടത്. അത് ഉറപ്പാക്കുക എന്നുള്ളതാണ് വൺ ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, കൃത്യമായിട്ടുള്ള നല്ല തീരുമാനങ്ങളിലേക്ക് എത്താം അല്ലേ. നല്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നല്ല മാനേജ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇഫക്റ്റീവ് ആൻഡ് ടൈംലി ഡിസിഷൻ മേക്കിംഗ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ ബി മെയ്ഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ മാക്സിമൈസിങ് ദ ലോങ് ടേം വാല്യൂ ഓഫ് ദ ഫേം. അപ്പോൾ ഗുഡ് ഡിസിഷൻസ്, നല്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഗുഡ് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും കമ്പനിയുടെ ലോങ് റണ്ണിലുള്ള അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കുള്ള വാല്യൂ കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ പറയുന്നതാണ്, ഗ്രേറ്റർ ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. വൺ ഓഫ് ദി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ളതാണ്. എന്താണ്, ഗുഡ് ഗവേണൻസ് ക്യാൻ എൻഷുർ ഗ്രേറ്റർ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് എന്നാണ് പറയുന്നത്. എ കമ്പനീസ് കമ്മിറ്റ്മെൻറ്റ് ടു ഹൈ ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റ്സ് കുഡ് അട്രാക്ട് മോർ ഇൻവെസ്റ്റേഴ്സ് ടു ഇറ്റ്സ് ഫോൾഡ് അല്ലേ. അത് കൃത്യമായിട്ട് നന്നായി മാനേജ് ചെയ്ത് പോകുന്ന കമ്പനിയാണ്. അതുപോലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും വെൽത്ത് മാക്സിമൈസേഷനിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പബ്ലിക് ഇമേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും,
ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാക്കി വരും, കൃത്യമായിട്ട് എല്ലാം കൃത്യമായി നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്ന കമ്പനിയാണെന്ന് അറിഞ്ഞാൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തീർച്ചയായും ദേ മേ അട്രാക്റ്റ് ആണ്. കാരണം നല്ല ലാഭം ഉണ്ടാകുന്നുണ്ട്. നല്ല ലാഭം ഉണ്ടെങ്കിൽ എന്താണ് അർത്ഥം, അവർക്ക് നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഇൻവെസ്റ്ററിനെ കോൺഫിഡൻസിലെടുക്കുക എന്ന് പറയുന്നതും ക്യാൻ ബി കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിക്കോട്ടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്.